കേരള PSC ഇന്നലെ നടത്തിയ 10th ലെവൽ പ്രിലിംസ് എക്സാമിന്റെ സ്റ്റേജ് 1ന്റെ GK ക്വസ്റ്റ്യൻസാ പറയുന്നത്. 1809 കുണ്ടറ വിളംബരം നടത്തിയതാരും? കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ഓപ്ഷൻ സി ആണ്, വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവ, വർഷം 1809. ഇനി 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കയർ ഫാക്ടറി സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ്, ആലപ്പുഴ. ആലപ്പുഴയിലാണ് കയർ ഫാക്ടറി ജെയിംസ് ഡാറ സ്ഥാപിച്ചത്, വർഷം 1859. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം ഓപ്ഷൻ സി ആണ്, ജനസംഖ്യാനുപാത സംവരണം. ഉൾപ്പെട്ടിട്ടില്ല. ഇപ്പം ഭരണപരിഷ്കാരം ഉൾപ്പെടുന്നുണ്ട്, കുടിയാന്മ പ്രശ്നം ഉൾപ്പെടുന്നുണ്ട്, ഖിലാഫത്ത് ഉൾപ്പെടുന്നുണ്ട്. ഉൾപ്പെടാത്തത് ചോദിക്കുകയാണെങ്കിൽ ജനസംഖ്യാനുപാത സംവരണം. നെക്സ്റ്റ്, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ആൻസർ, അർണോസ് പാതിരി. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, കീഴഴിയൂർ ബോംബ് കേസ്. ബന്ധപ്പെട്ടത് പുന്നമലയാളി മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം. ഇതെല്ലാം ബന്ധപ്പെട്ടതാണ്. ബന്ധപ്പെടാത്തതാണ് കീഴഴിയൂർ ബോംബ് കേസ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ്, TK മാധവൻ. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ വേദി പയ്യന്നൂർ. 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിന്റെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആൻസർ, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. ആരാണ്? ഗൗരി പാർവതിബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയ വർഷം 1817. നെക്സ്റ്റ്, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ഓപ്ഷൻ എ ആണ്, ആരവല്ലി. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം താഴെയുള്ളതിൽ ആരവല്ലിയാണ്. കൈബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. ഓപ്ഷൻ എ മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയത് ഓപ്ഷൻ എ ആണ്, അഹമ്മദാബാദ്. ഇന്ത്യയിൽ താഴെ പറയുന്നതിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ഓപ്ഷൻ ഡി ആണ്, ട്രാൻക്യുബാറിലാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ഓപ്ഷൻ ഡി ആണ്, കുറിച്യ കലാപം 1810 എന്ന് കൊടുത്തത്, അതാണ് തെറ്റ്. കുളച്ചൽ യുദ്ധം 1741 ശരിയാണ്. കുണ്ടറ വിളംബരം 1850 ശരിയാണ്. ആറ്റിങ്ങൽ കലാപം 1721 ശരിയാണ്. കുറിച്യ കലാപം 1810 എന്ന് കൊടുത്തത്, 1812 ആയിരുന്നു വേണ്ടിയിരുന്നത്. നെക്സ്റ്റ്, തേബാഗ കർഷക തൊഴിലാളി സമരം. ഓപ്ഷൻ ഡി ആണ്, ബംഗാളിലാണ് നടന്നത്. തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റായ്. ഓപ്ഷൻ സി ആണ്, രാജാറാം മോഹൻ റായ്. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി? താഴെ പറഞ്ഞത് ദൈവദശകം, നവമഞ്ജരി, വേദാധികാര നിരൂപണം, ദർശനമാല. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് വേദാധികാര നിരൂപണമാണ്. അതാരതാണ്? ചട്ടമ്പി സ്വാമികളുടേതാണ് കേട്ടോ. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ദൈവദശകം, നവമഞ്ജരി, ദർശനമാല ഇതൊക്കെ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവയിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. അടുത്തത് 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം? ഓപ്ഷൻ എ ആണ്, 1937. തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം 1937. അത് കേരള സർവകലാശാലയായി മാറിയ വർഷമാണ് 1957. 20 വർഷം കഴിഞ്ഞിട്ടാണ് കേരള സർവകലാശാലയായി മാറിയത്. നെക്സ്റ്റ്, കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രാസൈറ്റ് ആണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ഏതാണ്? ആന്ത്രാസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി ആണ്, തമിഴ്നാട്. ഇലക്ട്രിക് കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? കോപ്പർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യപ്രദേശാണ്. ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. മെക്സിക്കോയിൽ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്? മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ എന്നാണ്. ഓപ്ഷൻ എ, മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത്
നശീകരണം തടയാൻ, വനസമ്പത്ത് നശീകരണം തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ഓപ്ഷൻ ഡി ആണ് ഖാരിഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? ഓപ്ഷൻ സി ആണ് വാൾട്ടർ ജി റോസൻ ആണ് എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കേട്ടോ. ഇനി അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ എ ആണ് പ്ലാസന്റ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ വൃക്കാധമനി. നെക്സ്റ്റ്, ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ഓപ്ഷൻ ഡി ആണ് അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഓപ്ഷൻ എ ആണ് ഐസോബാർ. റബ്ബറിന്റെ മോണോമർ ഐസോപ്രിൻ ആണ് കേട്ടോ, ഐസോപ്രിൻ. റബ്ബറിന്റെ മോണോമർ ഏതാണ്? ഐസോപ്രിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? ഓപ്ഷൻ സി ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ലഭിക്കാത്തതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുണ്ട്, MT വാസുദേവൻ നായരുണ്ട്, ONV കുറുപ്പുണ്ട്, ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുണ്ട്. ആർക്കാണ് ലഭിക്കാത്തത്? ജ്ഞാനപീഠം ലഭിക്കാത്ത ആള് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ് കേട്ടോ. MTക്കും ലഭിച്ചു, അക്കിത്തത്തിനും കൊടുത്തിട്ടുണ്ട്, ONVക്കൊക്കെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്, ഒളപ്പമണ്ണക്ക് ലഭിച്ചിട്ടില്ല. താഴെ പറയുന്നതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ ഉണ്ട്, രംഗനാഥ മിശ്ര കമ്മീഷൻ ഉണ്ട്, കോത്താരി കമ്മീഷൻ ഉണ്ട്, മുഖർജി കമ്മീഷൻ ഉണ്ട്. ഇത് ഇന്ത്യൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനുമാണ്. 1ഉം 3ഉം ആണ് ശരി കേട്ടോ. ഓപ്ഷൻ എ 1ഉം 3ഉം ശരി എന്നുള്ളതാണ് കറക്റ്റ്. കുറിച്യ ലഹളവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1812 കുറിച്യ ലഹള നടന്നത്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടതാണ് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമൻ നമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയ ലഹളയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 3ഉം 4ഉം. അതായത് വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പര വിഭാഗങ്ങൾ തമ്മിലാണ് നടത്തിയതെന്നാണ് ഇവിടെ കൊടുത്തത്. ഏതായിരുന്നു? അതല്ല, വയനാട് ജില്ലയിലെ കുറിച്യ കുറുമ്പ വിഭാഗത്തിൽപ്പെട്ടവരാണ് നടത്തിയത് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1ഉം 3ഉം 4 എന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനിയാണ്. ഓപ്ഷൻ സി കേരളീയ സുഗുണ ബോധിനി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത്? ഓപ്ഷൻ ഡി 4 ആണ്. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം എന്നുള്ള ഓപ്ഷൻ ഡി ആണ് പെടാത്തത് കേട്ടോ. പെടാത്തതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത്. ബ്രിക്സ് സമ്മേളനം റഷ്യയാണ്. ഓപ്ഷൻ എ റഷ്യയിലെ കസാനിലാണ് കേട്ടോ 2024 ബ്രിക്സ് സമ്മിറ്റിന്റെ വേദി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. അത് ശരിയാണ്. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. അതും ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. അതും ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. ഈ 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ പാലക്കാടും ചേലക്കരയുമാണ് 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ് കേട്ടോ. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അതും കറക്റ്റ് ആണ്. പിന്നെ ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അതും കറക്റ്റ് ആണ്. നെക്സ്റ്റ്, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. 2024 കേരള പ്രഭ പുരസ്കാരം നേടിയത് S സോമനാഥും ഭുവനേശ്വരിയാണ് കേട്ടോ. സോമനാഥ് ഭുവനേശ്വരി. നെക്സ്റ്റ്, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ. ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെ കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നുള്ളതും പിന്നെ
1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട ചുമതലകൾ 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. അത് രണ്ടുമാണ് ശരിയായവ. നെക്സ്റ്റ്, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാട്. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ 4 ശരി. ഗ്ലൈക്കോളിസിസിൽ നിന്ന് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു എന്നുള്ളത്. നെക്സ്റ്റ്, വിട്രിയസ് ദ്രവം മനുഷ്യനിലെ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണാണ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലിന്റെ അവസ്ഥയാണ്? സൊമാറ്റോട്രോപ്പിൻ. അതുപോലെ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേർന്ന കല സ്ക്ലീറൻ കൈമയാണ്. കട്ടി കൂടിയത് സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷകാഹിരണം പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം വില്ലസുകളാണ്. വില്ലസുകൾ. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ. ഓപ്ഷൻ ഡി ആണ് 1ഉം 3ഉം. ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതി എന്നുള്ളത് ശരിയാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് എന്നുള്ളത് ശരിയാണ്. അപ്പൊ തെറ്റ്, ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് എന്നുള്ളത് തെറ്റാണ്. അടുത്തത്, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു? 5. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കിഴക്കോട്ട് ഒഴുകുന്നതാണ് 3 കേട്ടോ. ആകെ നദികൾ 44. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറൽ. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാവും. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 4 മടങ്ങാവും. കൂട്ടത്തിൽ പെടാത്തത് പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരണം, വേഗം. വേഗമാണ് ആൻസർ, ഓപ്ഷൻ സി. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാവുന്നു എന്നുള്ളതാണ്. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാവുന്നു. നെക്സ്റ്റ്, ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ്. സമ്പുഷ്ട യുറേനിയം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോമസനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന ക്വസ്റ്റ്യൻ. പ്ലംബുണ്ടിങ് മാതൃക മുന്നോട്ട് വെച്ചു. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ന്യൂട്രോണിനെ കണ്ടെത്തി. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി ആണ്, ന്യൂട്രോണിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ജെ തോമസനുമായിട്ട് കറക്റ്റാണ്. ന്യൂട്രോണിനെ കണ്ടെത്തിയത് ജെ തോമസൺ അല്ല.